നമസ്കാരം. ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനം ചാവേർ ആക്രമണമല്ലെന്ന് സംശയമുയരുന്നു. ആകസ്മിക സ്ഫോടനത്തിനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പ്രതികൾ പരിഭ്രാന്തരായതിനെ തുടർന്ന് സംഭവിച്ച ആകസ്മിക സ്ഫോടനമെന്നാണ് സൂചന. നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബാണ് പൊട്ടിയത്. സ്ഫോടനമുണ്ടായ സ്ഥലം പ്രാഥമികമായി വിലയിരുത്തിയ ശേഷമാണ് അന്വേഷണ സംഘം ഈ സാധ്യത പരിശോധിച്ചത്. പരിഭ്രാന്തരായ പ്രതികൾ സ്ഫോടക വസ്തുക്കൾ, പ്രത്യേകിച്ച് IED കൊണ്ടുപോകുന്നതിനിടെ അബദ്ധത്തിൽ സ്ഫോടനം സംഭവിച്ചതാകാമെന്നാണ് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തത്. ഹരിയാനയിലും UPയിലും ജമ്മു കാശ്മീരിലും അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിനിടെ ഫരീദാബാദിൽ നിന്ന് ബോംബുണ്ടാക്കാനുള്ള 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതോടെ പ്രതികൾ പരിഭ്രാന്തരായി. ഇതോടെ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ നിർബന്ധിതരായിരിക്കാം. ഈ വാദം ശരിവെച്ചാൽ ചാവേർ ആക്രമണം എന്നതിന് പകരം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടെ ആകസ്മികമായി സംഭവിച്ച അപകടമെന്ന തരത്തിലേക്ക് കേസ് മാറും. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. IED ശരിയായി കൂട്ടിയിണക്കുന്നതിൽ പ്രതികൾ പരാജയപ്പെട്ടു. ഇതോടെ IED സ്ഫോടനത്തിന് പ്രതികൾ കണക്കൂട്ടിയതുപോലുള്ള ആഘാതം സൃഷ്ടിക്കാനായില്ല. സ്ഫോടനം നടന്ന സ്ഥലത്ത് സാധാരണ ഉണ്ടാകാറുള്ള കുഴി രൂപപ്പെടാതിരുന്നതും മറ്റ് പ്രോജക്ടൈലുകൾ കണ്ടെത്താൻ കഴിയാത്തതും ആകസ്മിക സ്ഫോടന സിദ്ധാന്തത്തിന് ബലം നൽകുന്നു. പരിഭ്രാന്തി കാരണം IED നിർമ്മാണം പൂർത്തിയാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. I-20 കാർ തിരക്കേറിയ തെരുവിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. വാഹനം ചലനത്തിലായിരുന്നത് IEDയെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിരിക്കാമെന്നും ഇത് ആകസ്മിക സ്ഫോടനത്തിന് വഴിവെച്ചിരിക്കാമെന്നും പറയുന്നു. സ്ഫോടക വസ്തുക്കൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴോ ആകാം സ്ഫോടനം നടന്നതെന്നും ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. വെള്ള ഹ്യുണ്ടായി I-20 ഓടിച്ച പ്രധാന പ്രതി ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഡോക്ടറായ ഉമർ മുഹമ്മദ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്ഫോടനം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയും കുടുംബാംഗങ്ങളുമായി പോലും ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച അറസ്റ്റിലായവരടക്കമുള്ള മറ്റു പ്രതികളും ഡോക്ടർമാരാണ്. സാധാരണഗതിയിൽ ഡോക്ടർമാർ സംശയത്തിന്റെ നിഴലിൽ വരാൻ സാധ്യതയില്ലാത്തതിനാൽ ഒരു മറയായിട്ടാണ് ഈ തൊഴിൽ ഉപയോഗിച്ചതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. രാജ്യത്തെ നടുക്കിയ സ്ഫോടനത്തിന്റെ പിന്നിലെ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ കാറിനെ പറ്റിയുള്ള വിശദമായ അന്വേഷണം അപ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു. HR 26 CE 7674 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ഈ കാർ 2013 നിർമ്മിച്ചതാണെന്നും ഇത് 2014 മുഹമ്മദ് സൽമാൻ എന്നയാളുടെ പേരിലാണ് ഉണ്ടായിരുന്നതെന്നും പോലീസ് പെട്ടെന്ന് തന്നെ കണ്ടെത്തി. ഗുരുഗ്രാം നിവാസിയായ സൽമാൻ കാറിന്റെ രണ്ടാമത്തെ ഉടമയായിരുന്നുവെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഇയാളെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് കാറിന്റെ ഉടമസ്ഥത കൈമാറിയത് സംബന്ധിച്ച അന്വേഷണമായിരുന്നു പോലീസ് നടത്തിയത്. സ്ഫോടനശേഷം പോലീസ് സൽമാനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വാഹനം ഒക്ലയിലെ ദേവേന്ദ്ര എന്നയാൾക്ക് വിറ്റതായി അറിയിച്ചു. ദേവേന്ദ്ര അത് അംബാലയിലെ ഒരാൾക്ക് കൈമാറി. അയാൾ ഇത് ജമ്മു കാശ്മീരിലെ പുൽവാമയിലുള്ള ആമീറിന് വിറ്റു. ആമീറിൽ നിന്ന് ഈ കാർ ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കൈവശമെത്തി. സ്ഫോടനം നടക്കുമ്പോൾ കാർ ഓടിച്ചിരുന്നതും ഉമറാണെന്നും പോലീസ് കണ്ടെത്തി. ഗുരുഗ്രാം മുതൽ ജമ്മു കാശ്മീർ വരെ സംസ്ഥാനങ്ങൾ മാറി കാർ കൈമാറ്റം ചെയ്യപ്പെട്ടെങ്കിലും രേഖകളിൽ കാറിന്റെ ഉടമസ്ഥത സൽമാന്റെ പേരിൽ തന്നെയായിരുന്നു. രേഖയിലെ പേര് മാറ്റുന്നതിനുള്ള ചെലവുകൾ ഒഴിവാക്കാൻ ഉടമസ്ഥാവകാശം മാറ്റാതെ വാഹനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പനക്കാർക്കിടയിൽ പതിവാണെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. പിടിക്കപ്പെടാതിരിക്കാനായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ പലപ്പോഴും രേഖകളില്ലാത്ത ഇത്തരം വാഹനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ വാഹനം കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുന്നതോടെ രേഖയിലുള്ള ഉടമസ്ഥതയിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്യും.